ഹലോ ഗൈസ്, ഞങ്ങളുടെ ഫസ്റ്റത്തെ യൂട്യൂബ് വ്ളോഗാണ്. എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കൊരു യൂട്യൂബ് വ്ളോഗ് തുടക്കണതൊക്കെ. പക്ഷെ എനിക്ക് അതിനുള്ള കഴിവില്ല, അതായത് എഡിറ്റ് ചെയ്യാനൊന്നുമല്ല. അപ്പോൾ ഒരു കഴിവുള്ളൊരു കെട്ടിയവരെ കിട്ടിയപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇവനെ മുതലാക്കണം. അങ്ങനെ ഇത് ഞങ്ങളുടെ ആദ്യത്തെ യൂട്യൂബ് വ്ളോഗാണ്. ഞങ്ങൾ ഇൻസ്റ്റയിൽ റീലൊക്കെ ഇടുമ്പോൾ ഞങ്ങൾ യൂട്യൂബിലേക്ക് ഇറങ്ങിയിട്ടില്ല. വേറെ ഒന്നല്ല, ഞാൻ വർക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ഹാസ്റ്റർ ലൈൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ റിസൈൻ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നമുക്ക് യൂട്യൂബിലൊക്കെ വ്ളോഗ് ഇടാം. എല്ലാവരും ഇങ്ങനെ വ്ളോഗൊക്കെ ഇടണമാണ് എനിക്കും തോന്നി. അതെന്ത് എനിക്ക് കിട്ടാറ്. പക്ഷെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ വീഡിയോ എടുക്കാനുള്ള കഴിവൊന്നും ഇല്ല. പക്ഷെ അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു കഴിവേറിയ ഒരു കെട്ടിയവൻ എനിക്കുള്ള കാര്യം ഞാൻ ഓർത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കഴിവേറിയ കെട്ടിയവനെ സ്നേഹം കൊണ്ടാട്ടോ ഓനെ നമ്മൾ മുതലാക്കണം. നമ്മുടെ കെട്ടിയവന്മാരെ നമ്മൾ ഇങ്ങനെയൊക്കെ മുതലാക്കണം. എൻ്റെ കെട്ടിയവനെ ഞാൻ മുതലാക്കി സമ്പാദിച്ചതാണ് ഇതൊക്കെ. ഞാൻ ഇടക്കിടക്ക് അവനിങ്ങനെ മുതലാക്കാറുണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് യൂട്യൂബ് വ്ളോഗാണ്. ഇതെങ്ങനെയാണെന്നൊന്നും അറിയില്ല. സത്യം പറഞ്ഞാൽ ഈ പോട്ടലും വലിയ ബുദ്ധിയൊന്നും ഇല്ല. രണ്ടാൾക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല. ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമെന്ന് പോലും എനിക്ക് അറിയില്ല. കാരണം എന്താ വെച്ചാൽ ഇത് എഡിറ്റൊക്കെ ചെയ്യാനുള്ള ബുദ്ധിയൊക്കെ എൻ്റെ കുട്ടിക്ക് ഉണ്ടോയെന്ന് അറിയില്ല. ഓനാകെ അറിയാം. ഞാൻ ഇങ്ങനെ വായിട്ടടിക്കുന്നത് കറക്റ്റ് എടുക്കും, എന്നിട്ട് അത് ഇൻസ്റ്റയിൽ റീലിടും. എന്നിട്ട് നാട്ടുകാർ മൊത്തം പറയും ഓനൊരു പാവാണ്, ഓൻ എങ്ങനെ എന്നെ സഹിച്ചത്, അങ്ങനെ എല്ലാവരും പറയും. ഇപ്പം എന്നെ കാണണം. ഇപ്പം ഞാനിപ്പോൾ അങ്ങാടിയിലൊക്കെ പോകുമ്പോൾ ഇന്ന ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ അവരൊക്കെ പറയും ഇതാ വായിട്ടടിക്കുന്ന കുട്ടിയല്ലേ ഇത്. നിങ്ങൾക്കറിയും ഞാൻ ആക്ച്വലി ഒരു മിണ്ടാപ്രാണിയാണ്. അല്ല എനിക്കായി ഒരു മിണ്ടാപ്രാണിയല്ലേ. ഇത് തുളയാ തുറക്കാറുണ്ടോ. നമ്മൾ പറഞ്ഞു വന്നത് ഇത് നമ്മുടെ ആദ്യത്തെ വ്ളോഗാണ്. ഇന്നത്തെ വ്ളോഗിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ കുളിച്ചു. കുളിച്ച ദിവസം കൂടിയാണെന്ന് മുടിയുണ്ട്, കുളിച്ച് ബൊബ്ബാലായി നിൽക്കുകയാണ്. അപ്പം ഞാൻ കുളിച്ചു. അതാണ് ഇന്നത്തെ ആദ്യത്തെ പ്രത്യേകത. രാവിലെ ഒന്നും ഞാൻ കുളിക്കാറില്ല. അപ്പം നിങ്ങൾ ഉച്ചയ്ക്ക് അപ്പൊളിച്ചും വേണ്ടിയാണ്. അങ്ങനെ ഞാൻ കുളിച്ചു. മേലേകലുണ്ട്, മേലേകൽ. പിന്നെ ഹെയർ ഞാൻ എന്താ പറയുക, ഞാൻ അങ്ങനെയാണ് എൻ്റെ ഹെയറിനെ ട്രീറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? എൻ്റെ കുറച്ച് എന്താ പറയുക, ഇങ്ങനെ കണ്ട ലോക്കൽ ഹെയർ പോലെ ഒന്നല്ല. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗിൻ്റെ വേറൊരു പ്രത്യേകത ഉണ്ട്. ഇത് ഞങ്ങളുടെ ഫസ്റ്റത്തെ വ്ളോഗാണ്. പിന്നത്തെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ടു ഈ റൂം കടി കൊടുക്കൂ, ക്യാമറാമാൻ കടി കൊടുക്കൂ. ഇതാണ് ഞങ്ങളുടെ റൂം. ഈ ഷോള് നോക്കണ്ട കേട്ടോ, ഇതങ്ങോട്ട് പോട്ടെ. ഇതാണ് ഞങ്ങളുടെ റൂം. ഇത് ഞാൻ പൊട്ടിക്കും മിക്കവാറും ഫൗണ്ടേഷൻ. ഈ റൂം കണ്ടോ? ഈ റൂമിലോട്ടാണ് ആ മഹാൻ, അതായത് ഈ ക്യാമറ പിടിച്ച് നിൽക്കുന്ന എൻ്റെ കെട്ടിവനെന്ന മഹാൻ എന്നെ കെട്ടിക്കൊണ്ട് വന്നത്. അങ്ങനെ ഈ താഴോട്ടൊന്നും കാണിക്കണ്ട, നല്ല നല്ല കാര്യങ്ങൾ മാത്രം കാണിച്ചെടുക്കും. വീഡിയോ എടുക്കുന്നത് പ്രമാണിച്ച് ബെഡൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്, ഡ്രസ്സൊക്കെ ഷെൽഫിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാം ഒന്നും കാട്ടിക്കൊടുക്കരുത്. ഞാൻ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല, എന്നാലും ഞാൻ അത്ര പെർഫെക്റ്റ് ആണ്. അപ്പം നമ്മൾ ഈ വീട് ഇങ്ങോട്ട് ക്യാമറമാൻ കമോൺ. അപ്പം നമ്മളിന്ന് ഈ വീട് ഇതാണ് വിൽക്കാൻ്റെ ടൂൾസ് ഒന്നും കാണിക്കല. എൻ്റെ ഹെയർ ഫോളൊക്കെ ഉണ്ട് അവിടെ, ഇതൊന്നും കാണിക്കല്. ടൂൾസൊക്കെ ഞാൻ നിങ്ങൾക്ക് പിന്നീട് ഞാനും നിങ്ങൾ മാത്രമാണ്. അപ്പം ഞാൻ കാണിച്ചത് നിങ്ങൾ കണ്ടോ. ഞാനും വീഡിയോ ഒക്കെ എടുക്കാൻ പഠിക്കും. എനിക്കൊരു ഫോട്ടോ എടുക്കാൻ പോലും അറിയില്ല. പക്ഷെ നിങ്ങൾ കണ്ടോ, എനിക്ക് iPhone 17 Pro Max ഒക്കെ എന്നിട്ട് ഞാനും വീഡിയോ ഒക്കെ എടുക്കാൻ പഠിക്കും. നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വീട്ടിൽ നിന്നും നമ്മൾ വേറൊരു വീട്ടിലോട്ട് പോവുകയാണ്. ആ വേറെ വീട് അങ്ങനൊന്നല്ല, ഒരിക്കലും അങ്ങനൊന്നല്ല. അതിൻ്റെ പുറകിലൊരു കഥ ഉണ്ട്. ആ കഥ ഞങ്ങൾക്ക് പതുക്കെ പറഞ്ഞു തരുന്നതാണ്. അപ്പം നമ്മുടെ ഈ ബെഡ്റൂം ഇന്ന് തൊട്ട് ഇതല്ല നമ്മുടെ ബെഡ്റൂം, വേറെ ബെഡ്റൂം അല്ല, ഇതിലേറെ കൂതറയാണ്. പിന്നെ 2 കൂതറകൾക്ക് താമസിക്കാൻ ആ ബെഡ്റൂം മതി. അപ്പം നമ്മൾ അവിടെ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് കുളിച്ചത്. ഒരു വീട്ടിലോട്ട് നമ്മൾ ആദ്യമായിട്ട് കയറി താമസിക്കുമ്പോൾ കുളിക്കണം എന്നൊക്കെ എനിക്ക് പറഞ്ഞു. ഞാൻ ആദ്യം കുളിക്കാതെ ഒന്ന് റെഡിയായി. പിന്നെ കുളിക്കാൻ പറഞ്ഞു ഞങ്ങളിവിടെ റെഡിയായി. സോ ഞാൻ കുളിക്കാൻ എന്താ എനിക്കതൊന്നും കാട്ടി കൊടുക്കല്ലേ, ഞാൻ ഇവിടെ വൃത്തിയാക്കിയിട്ടൊന്നും ഇല്ലെന്ന് ഞാൻ കൊണ്ടുവരാം കേട്ടോ. അപ്പം പറഞ്ഞു വന്നത്, ഞാൻ കുളിച്ചിട്ട് ഞാൻ എവിടെ പോകുകയാണ്. വേണ്ട പിന്നെ ഞാൻ വൃത്തിയാക്കും. ഞാൻ എല്ലാം വൃത്തിയാക്കും. ഞാൻ കുറച്ച് മടിച്ചാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ പറയുക, എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക, റീല് കാണുക, കിടന്നുറങ്ങുക, ഫുഡ് കഴിക്കുക, റീല് കാണുക, ഉറങ്ങുക. ഞാൻ അങ്ങനെ ജീവിതം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു അവസരം ഉണ്ടെങ്കിൽ പറയും, ഞാൻ അവനെ ഒഴിവാക്കിയല്ല. അപ്പം നമ്മൾ എൻ്റെ ഒരു ചെറിയ ഗെറ്റ് റെഡി വെത്തി ഇങ്ങോട്ട് വാ ക്യാമറാമാനോ കാണും. അപ്പം നമ്മള് എന്താ ആദ്യം ഇടണ്ടതെന്നൊന്നും എനിക്കറിയില്ല. എനിക്കങ്ങനെ എന്താ ഇടണ്ടതെന്നൊന്നും അറിയില്ല. ഞാൻ എന്തൊക്കെയോ വാരിയിടും. അപ്പം നമ്മളിതെന്താ ഫൗണ്ടേഷൻ
നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇട്ടൊരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ കേട്ട് വീട്ടിൽ പോയിട്ട് നമ്മുടെ അതല്ല പുതിയ വീട്ടിൽ പോയിട്ട് പാല് തിളപ്പിക്കണം. പാല് വാങ്ങണം. ഇയാളിപ്പോ എല്ലാം വാങ്ങിയിട്ടാണല്ലോ ഇവിടെ എല്ലാം നടക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെയൊന്നും അല്ലത് ഇടേണ്ടത്, പക്ഷെ ഞാനിങ്ങനെ ഇടും. ഞാൻ പിന്നെ ജന്മന ഒരു ബൂട്ടി ആയതുകൊണ്ട് അഡീഷണൽ ബൂട്ടി കുറച്ച് മതി. അപ്പം നമ്മൾക്ക് ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെയാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം കേട്ടോ. എന്നെ പോലെ മേക്കപ്പ് ഒന്നും ചെയ്യാൻ അറിയാത്തോളാ, ഇതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്തേലൊക്കെ വാരി ഇടും. എൻ്റെ ഒരു കഴിവ് അങ്ങനെയാണ്. പിന്നെ ഞാൻ എന്തിട്ടാലും ലാസ്റ്റ് ഞാൻ സുന്ദരിയായി വരും. എനിക്കറിയാം. ഇതുണ്ടോ, ഇതൊക്കെ എൻ്റെ പുതിയ സാധനങ്ങളാണ്. പുതിയ രാജാവിൻ്റെ പുതിയ പണിയറുകളൊക്കെ ഞാൻ ബിൽക്കാനെ പറ്റിച്ച് കഴിഞ്ഞ ആഴ്ച വാങ്ങിയ സാധനങ്ങളാണ്. അതൊക്കെ കാണുമ്പോൾ ബിൽക്ക ചോദിക്കും ഇതെപ്പോൾ പുതിയത്. അങ്ങനെ ഞാൻ ഇവനെ ഊറ്റി ഞാൻ ജീവിക്കും. ബിൽക്കാൻ്റെ ജീപ്പേ എൻ്റെ ജീപ്പേ എൻ്റെ പാസ്വേഡ് മാറ്റാനായി. ഓ ഞാൻ എന്നേ മാറ്റി. ശരി. അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു ഒരുങ്ങി നമ്മൾ പോകുന്നത്. പക്ഷെ അപ്പം ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീടും ഈ വീടും തമ്മിൽ 1, 2, 3 ഒരു 8 അടിയുടെ അന്തരമുള്ളൂ. ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം ആർക്കാന്നറിയോ? എനിക്കും ബിൽക്കാക്കും. എന്താണെന്നറിയോ? ഇവിടെ നിന്ന് വഴക്കിട്ടാൽ ഞങ്ങൾ അങ്ങോട്ടും, അവിടെ നിന്ന് വഴക്കിട്ടാൽ ഞാൻ അങ്ങോട്ടും. പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങൾക്ക് ആ ഒരു സ്കൂട്ടിയേ ഉള്ളൂ. രണ്ടാൾക്കും നടക്കാൻ പാടുള്ളവരാണ്. അപ്പം ഞങ്ങൾ നോക്കും ആരാണ് വഴക്കിട്ട് ആദ്യം പോയി സ്കൂട്ടിയുടെ ചാവി എടുക്കുന്നത് അവർക്ക് ആദ്യം, അതായത് അവിടെ നിന്നാണ് വഴക്കിടുമെങ്കിൽ ആദ്യം ആര് സ്കൂട്ടിയുടെ ചാവി എടുക്കുന്നത് അവർക്ക് ഇവിടെ വരാം. ഇവിടുന്ന് ആര് വഴക്കിടുന്നു ഇവിടുന്ന് ആദ്യം സ്കൂട്ടിയുടെ ചാവി എടുക്കുന്ന. സാധാരണ ഈ സിറ്റുവേഷനിൽ ഞാനാണ് എപ്പോഴും ഫസ്റ്റ് ചാവി എടുക്കാറ്. കാരണം എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നാൽ ഞാൻ ക്യുക്കായിട്ട് അങ്ങോട്ട് ഞാൻ ഉണരും. അപ്പം എനിക്ക് എന്താ ചെയ്യാൻ തോന്നുന്നു അതൊക്കെ ചെയ്യും. ചിലപ്പോൾ ഞാൻ ഇറങ്ങിയൊക്കെ പോവും. എന്നിട്ട് അവിടെ പോയാൽ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരും. അപ്പം നമുക്ക് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാൻ കിടക്കുന്നുണ്ടാണോ? അപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ വഴക്കൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഇടും. അത്ര ചെറ്റകളല്ല, ബിൽക്കാൻ്റെ അത്ര ചെറ്റല്ല. പിന്നെ നിങ്ങൾ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സന്തോഷിക്കാം, എനിക്ക് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനൊന്നും ഉള്ള കഴിവില്ലാത്തത് കൊണ്ട് അങ്ങനത്തെ വീഡിയോ ഒന്നും ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. അതിനുള്ള ബുദ്ധി എനിക്കില്ലല്ലോ. അപ്പം നമുക്കിന്ന് ജിതി ഗെറ്റ് റെഡി വിത്ത് ഒന്നും കാണിക്കല്ലോ കേട്ടോ. വെച്ചാൽ അതിനുള്ള ക്ഷമയൊന്നും ഇല്ല. ഇപ്പം തന്നെ കണ്ടി എന്തൊക്കെയോ ആയിക്കട്. കഴിഞ്ഞില്ല, അതായത് ഇപ്പം എന്താ ചെയ്യണേക്ക് എന്താ അറിയോ, എനിക്കിങ്ങനെ വായിട്ടരച്ചും ഇതും കൂടെ ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഞാൻ എന്തോ ഇട്ടിക്കണേ. ഇനി നമുക്ക് കുറച്ച് കൺസീലറൊക്കെ വാരി ഇട്ട് കൊടുക്കാം. പിന്നെ എന്നോട് എല്ലാവരും പറയുന്ന ഒരു കാര്യം കേട്ടോ, ഇനി ഇവിടെ ഇങ്ങനെ എനിക്ക് അലർജി ഉണ്ട് ഗൈസ്. എനിക്ക് ചെറിയ രീതിയിൽ അലർജി ഉള്ള കുട്ടിയാണ് ഞാൻ. അതുകൊണ്ടാണ് അതെ എനിക്ക് എൻ്റെ കണ്ണ് ഭയങ്കര ബിഗ് അല്ലേ. അപ്പം എനിക്ക് ചെറിയ അലർജിയും കൂടെ ഉള്ളതുകൊണ്ട് ഞാനൊന്ന് എന്താ പറയുക കുറച്ച് ഇങ്ങനെ കരയുക അല്ലെങ്കിൽ എന്തെങ്കിലും തുമ്മ ഒരുപാടൊക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഡാർക്കായി വരും. ഇതൊന്നും ഇങ്ങനെ അല്ല കേട്ടോ അപ്ലൈ ചെയ്യേണ്ടത്. എനിക്കിതിനെ പറ്റിയൊന്നും വലിയ ഐഡിയ അല്ല. ഞാൻ അങ്ങനെ എന്താ പറയുക ഞാൻ എന്തെങ്കിലുമൊക്കെ വാഴ്ത്തേക്കാം. എല്ലാവരും പറയും ഇങ്ങനെ ചെയ്യണമെന്ന്. അങ്ങനെയൊന്നും ചെയ്യാനുള്ള ക്ഷമ എനിക്കില്ല. എൻ്റെ മെയിൻ സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്ലഷും ലിപ്സ്റ്റിക്കും ഐഷാഡോ. ഇപ്പോൾ 3 ഉള്ളിടത്തോളം കാലം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇതെൻ്റെ പുതിയ ഐഷാഡോ പാലറ്റ്. പക്ഷെ ഇതൊന്നും എനിക്ക് ഇതിനകത്തൊക്കെ മുടിയാന്നേ ഒടുക്കത്തെ ഹെയർ ഫോളാണ്. അതുകൊണ്ട് അപ്പം നമ്മൾ ഇതൊക്കെ ബ്രഷൊക്കെ ഉപയോഗിച്ച് ചെയ്യണമെന്നാണ് പറയാറ്. പക്ഷെ എനിക്ക് അതിനൊന്നും അറിയില്ല. ആ സാധനം കുറച്ചിട്ടാ മതി, ഭയങ്കര ബോറാ ചെയ്യുന്നത്. ഏതല്ലേ ഈ സൂന? ഇതിന്റെ പേരെന്താ? അതെന്താണെങ്കിലും പേര് പറഞ്ഞാൽ ഞാൻ അത് കുറച്ചിടും. പേര് പറ. കണ്ണിന്റെ മുകളിലിരുന്ന കളർ. This is not color. This have beautiful name. This is eyeshadow palette. Okay. ഇത് കുറച്ചിട്ടാൽ മതി. എന്താണെന്നറിയില്ല, എനിക്ക് പിങ്ക് കളറായി വരുന്നതിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു പിങ്കി പൂങ്കി ആകുന്നു എന്നൊക്കെയാണ് എൻ്റെ വിചാരം. ശരിക്കും ഞാൻ പിങ്കി പൂങ്കി ഒന്നും ആവുന്നില്ല. ഇനി എന്താ ഇടണ്ടേ? പിന്നെ നമുക്ക് കുറച്ച് ബ്ലഷൊക്കെ വാരി പൊത്താം. അങ്ങനെ ഇന്നതൊന്നൊന്നുമില്ല. നമ്മുടെ കൈ കിട്ടണ എന്തും വാരി നമുക്ക് ഇടാം. ഇനിയിപ്പോൾ നമ്മുടെ മുഖമല്ലേ ഞമ്മക്കിങ്ങനെ ഇത് നമ്മൾ തുള്ളി എടുക്കാവുള്ളൂ. കാരണം പൊള്ളിയതോ എവിടെ ഞാൻ മൈലാഞ്ചി ഇട്ടതാ പോടുന്നത്. ഞാൻ മൈലാഞ്ചി ഒക്കെ ഇടും, അതറിയില്ലേ? സ്റ്റെൻസിൽ വെച്ചിട്ടാണ് ഉള്ളത്. എല്ലാവരും പറയും ഗൈസ്, എല്ലാവർക്കും ഓരോ സ്വന്തമായൊരു കഴിവുണ്ട് എന്ന്. പക്ഷെ എനിക്കങ്ങനെ ഒരു കഴിവുള്ളതായിട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. ബിൻകാക്കൊരു കഴിവുണ്ട്. ബിൻക്ക് നന്നായിട്ട് പടം വരയ്ക്കും. പിന്നെ ബിൻകാക്ക് നല്ല ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട്. എനിക്ക് പറഞ്ഞ 2 കാര്യങ്ങളും ഇല്ല. പിന്നെ എനിക്ക് അങ്ങനെ കഴിവുകളൊന്നുമില്ല. എല്ലാവരുടെയും കഴിവുകൾ കണ്ടുപിടിക്കാൻ പറ്റും എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയാം, എനിക്കങ്ങനെ വലിയ കഴിവുകളൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ വലിയൊരു കഴിവ് എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ അവിടെ കൊണ്ടിട്ടാലും ഞാൻ നന്നായിട്ട് വളരും. അതെന്തുകൊണ്ടാണ്? എൻ്റെ നാക്ക് കൊണ്ട്. എല്ലാവരും എന്നോട് പറയും, എൻ്റെ മൈ മദർ എന്നോട് എപ്പോഴും പറയും
പണ്ട് തൊട്ടേ പറയും കഴുത്തിന് ചുറ്റാകെ നാക്കാണ്. എനിക്കിപ്പോഴും അതിൻ്റെ ഒരു പ്രോസസ്സ് അറിയില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞ അപ്പം പറയും കഴുത്തിന് ചുറ്റും നാക്കാണ്, ഇങ്ങനെ ഇതിനൊക്കെ കെട്ടിച്ചു വിട്. പിന്നെ എനിക്കും അറിയാം എനിക്ക് കഴുത്തിന് ചുറ്റും അതെന്താ സംഭവം എന്ന് പറയുക ഗൈസ്. ഞാൻ വളർന്നു വന്നത് ഭയങ്കര ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ്. ഡിഫറെൻറ്റ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞാൽ കോമഡി ലൈഫാണ്. അതൊക്കെ നമുക്ക് പിന്നെ പറയാം. നമ്മൾ പലരും വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങനൊന്നും അല്ല. അവർക്കൊക്കെ അവരുടെ കണ്ടോ ചെറിയ മാറ്റമൊക്കെ അല്ലേ. കുറെ തേമ്പി വിട്ടാലെന്താ പെരുന്നാക്കൊരു കുറച്ച് പൈസ തന്നു. അതെനിക്ക് തോന്നി ഈ എന്താ റെമ്യൂണറേഷൻ എന്നൊക്കെ പറയല്ലേ, എന്റെ മമ്മി പറഞ്ഞിക്കണ വിറ്റതാന്ന് സഹിക്കുന്നതിനൊക്കെ നമ്മളിങ്ങനെ അവാർഡ് കൊടുക്കുന്ന പോലെ. ഓക്കെ മോനെ 2 കൊല്ലാവാനായി, ഇത് നിനക്ക് നിൽക്കട്ടെ. 3 മാസം കൂടെ കഴിഞ്ഞാൽ ഞങ്ങളുടെ അതാരോ പറഞ്ഞിരുന്നല്ലോ, വിവാഹിക ജീവിതമല്ല വൈവാഹിക ജീവിതമാണെന്ന്. ആ വൈവാഹിക ജീവിതത്തിന് 3 മാസം കൂടെ കഴിഞ്ഞാൽ 2 വർഷം. ഈ 2 വർഷത്തിനിടയ്ക്ക് എന്തൊക്കെ നടന്നു എനിക്ക് ആലോചിക്കാൻ പോയി. ഇങ്ങനെയൊക്കെ കാണുമെങ്കിലും ഒന്ന് അടി കൂടി കഴിഞ്ഞു. ഞാൻ ഐബ്രോ വരച്ചില്ലല്ലോ. നമ്മളിങ്ങനെ കാണുമ്പോ ഇങ്ങനെയൊക്കെ ഇവിടൊക്കെ ഇതാണ്, ഇതൊന്നും കാണിക്കല്ലേ എനിക്കതൊക്കെ ഞാൻ പിന്നെ നല്ല നീറ്റാക്കിയിട്ട് കാട്ടി കൊടുത്തോണ്ട്. അപ്പം എനിക്ക് പേര് തോന്നിയില്ല കേസ്. അപ്പം ഞാൻ അങ്ങനെ മേക്കപ്പ് ചെയ്യുന്ന കണ്ടിട്ട് നിങ്ങൾ നിന്നോട് എന്താന്നൊന്ന് ചോദിച്ചരുത്. ഇട്ടടൊക്കെ വാരിപ്പൂശിടുക, അതാണ് എൻ്റെ പോളിസി. അപ്പം നമ്മളെവിടെ പറഞ്ഞത്, അപ്പോൾ വൈവാഹിക ജീവിതത്തിന് നമുക്ക് 3 മാസം കഴിയുമ്പം 2 വർഷം. അപ്പം എനിക്കാക്ക് എന്നെ പോലൊരു നിധിനെ കിട്ടിയിട്ട് ഞാൻ അങ്ങനെ ആലോചിക്കിടക്കേ, ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ നിന്റെ ജീവിതം എന്തായിപ്പോയേനെ എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? അതാണ്, ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ, എന്നെപ്പോലൊരു മോളെ കിട്ടിയില്ലായിരുന്നെങ്കിൽ. അപ്പം നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ കഴിഞ്ഞു. ഇതൊക്കെയാണ് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. ഉണ്ടോ നീ പിന്നെ മഞ്ഞപ്പല്ലിന്ന് വിളിക്കും ഗൈസ്. നിങ്ങൾ എന്താ പറയാ? ഞാൻ പറയട്ടെ, അതില്ലേ അതെന്താ അറിയോ, എനിക്ക് വിഷമാവും കേട്ടോ. അതെന്റെ വീക്ക് പോയിന്റ് ആണ്. ഞാൻ പറഞ്ഞുതരാം. എന്റെ പല്ലിന് ആ ഒരു ഷെയ്ഡാണ്. എന്റെ സ്കിന്ന് മിൻകാനെ പോലെയല്ല, പക്ഷെ എന്റെ പല്ലിന് ആ ഒരു യെല്ലോയിഷ് ഷെയ്ഡാണ്. അത് പണ്ടോട്ടേ അങ്ങനെയാണ്. അതിപ്പോ ഞാൻ തേച്ചാലും തേച്ചില്ല. എന്നിട്ട് ഞാൻ എത്ര വട്ടം എന്നെ കളിയാക്കിയിട്ട് എന്നെ ഭയങ്കരമായിട്ട് കളിയാക്കും മഞ്ഞപ്പല്ലി വെച്ചിങ്ങാണ്. എന്നിട്ട് ഡോക്ടർ എത്ര വട്ടം ഇതിന്റെ പേരും പറഞ്ഞ് കാണിച്ചിട്ടുണ്ടാറപ്പോ അതിന്റെ തൊണ്ട കുടുങ്ങിയത്. അപ്പോൾ എത്ര വട്ടിനോട് ഡോക്ടർ പറഞ്ഞിരിക്കണമെന്ന് അറിയോ, അതൊരാളുടെ നോർമൽ ഷെയ്ഡാണ്. അതായത് നോർമലി ഉള്ള ഒരാളുടെ പല്ലിന്റെ ഷെയ്ഡ് ഹെൽത്ത് ടീത്താണ് അല്ലേ, മഞ്ഞപ്പല്ല് ഹെൽത്ത് ടീത്താണ്. അപ്പൊ ബൈ ദ വേ അതൊക്കെ ഞാൻ പറഞ്ഞു വന്നത്, എന്തൊക്കെ പറഞ്ഞാൽ അവനേക്കാളും സുന്ദരം ഞാൻ തന്നെയാണ്. അപ്പൊ നമ്മളെ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ഇങ്ങനെ കറങ്ങി വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എപ്പോൾ തല്ലിയും കുട്ടി വീഴും. അപ്പൊ നമ്മുടെ ഈ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ഇത്ര കൂടുതൽ നമ്മുടെ ഇവിടെ കിടന്നതിന്റെ ചാളവിടെ. അപ്പം നമ്മൾ പോകുകയാണ് നമ്മുടെ പുതിയ വീട്ടിലോട്ട്. ഇന്ന് നമ്മുടെ ഓൾറെഡി നമ്മൾ ആ വീട്ടിൽ എല്ലാ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മീൻസ് ഓൾറെഡി കിച്ചണൊക്കെ സെറ്റ് ചെയ്ത് ഫുള്ള് വീടൊക്കെ, ഇനി കുറച്ച് കബോർഡൊക്കെ സെറ്റ് ചെയ്യണം. അങ്ങനെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ആ വീട്ടിലോട്ട് നമ്മൾ പോകുകയാണ്. പോകാം. അപ്പൊ ഇത് ഇവളെ പൗച്ച് ഗൈസ്, എല്ലാരും ശ്രദ്ധിച്ചല്ലോ. ഇതാണ് ഇതാണ് എന്റെ രാജാവിന്റെ പണി. ഇതൊക്കെ പണിയായുധങ്ങളാണ്. ഇയാളെ പണിയായുധങ്ങൾ ഞാൻ കാട്ടിത്തരാം. ഇതൊക്കെയാണ് എന്റെ പണിയായുധങ്ങൾ. ഇത് കെട്ടിപ്പിടിച്ച് കിടക്കല. അതെ, എന്നെ വിശ്വാസമല്ല. ഞാനൊക്കെ അത് എടുത്ത എന്നെ ചീത്തറിയും. അപ്പൊ നമ്മളിന്ന് നമ്മുടെ പുതിയ വീട്ടിലോട്ട് പോകുകയാണ്. കമോൺ, ഇതാണ് നമ്മൾ ഇന്ന് ഇട്ടേക്കുന്ന ഡ്രസ്സ്. അപ്പൊ നിങ്ങൾ വിചാരിച്ചു എനിക്ക് ഉടുപ്പ് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇടക്കിടക്ക് ഇടും. അപ്പൊ നമുക്ക് നമ്മുടെ പുതിയ വീട്ടിലോട്ട് പോകാം. കമോൺ. ലൈറ്റോ കോഫി ആയിട്ടല്ലേ മമ്മി ചീത്താറ്. ഇവിടെ പിന്നെ സോളാർ ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇടാം. അവിടെ ഇനി ഓളാറില്ല, അവിടെ നമ്മളാണ്. അപ്പൊ ഗൈസ് ഇതാണ് ഞങ്ങളെ ഹാള്. മുകളിലുള്ള ഇത് ഞങ്ങളെ ബ്രദറെ റൂമാണ്. കേറാറില്ല, എന്നിട്ട് നമ്മൾ പോകാണ്. നാത്തൂനുണ്ട് കേട്ടോ, നഖം വെട്ടുന്ന നാത്തൂനുണ്ട്. അപ്പൊ നമ്മള് ഈ വീട്ടിൽ പോകുന്നത്. ലൈവാണ് കാട്ടി കൊടുത്ത
അവളെ കാണിക്കരുത് കാണിച്ചാൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് പോവാം. വണ്ടി എടുക്കും, എന്നെ ഓടിക്കും. പണിയെടുക്കാൻ പോലും ഞാൻ വഴിക്ക് പോയിട്ട് പോയാ മതി. അങ്ങോട്ട് പോണ്ട. അപ്പൊ നമുക്ക് പോവാം. വണ്ടിന്റെ താക്കോലോ അവിടെ? വണ്ടി വണ്ടി ഉണ്ടാവും. അപ്പൊ ഓക്കെ, ഞാൻ വണ്ടി ഓടിക്കും കേട്ടോ. എന്റെ വെസ്പ, എന്റെ വെസ്പ. അപ്പൊ നമ്മള് പോകുകയാണ്. അല്ല, വീട് തുറക്കണമെങ്കിൽ വീടിന്റെ കീ വേണ്ടേ? അത് വേണം. അപ്പൊ നമ്മൾ ഇവിടെയൊക്കെയാണ് ഞങ്ങള് വീഡിയോ ഷൂട്ട് ചെയ്യാറുള്ള കീ എടുത്തു. ഫൈനലി വി ഗോട്ട് ദ കീ. എന്നിട്ട് നമ്മൾ പോകുകയാണ്. ഷിബിനാന്റെ കൂടെ ഞാൻ പോകുന്നത്. ഹെൽമെറ്റ് ഒന്നും ഇല്ല. അപ്ലോഡ് ചെയ്യാൻ ഞാൻ ഉണ്ടാവുമെന്ന് അറിയില്ല ഈ വീഡിയോ. ഈ വണ്ടി ഇവിടുന്ന് എടുക്കുന്ന ടൈം എത്ര മിനിറ്റാ നോക്കിക്കോട്ടെ. കേറുന്നില്ലേ? ഇവിടുന്ന് കേറൂല, അങ്ങോട്ട് ഇറക്ക്. ഇയാൾക്കെന്നെ വിശ്വാസമല്ല. ഇതാണ് നമ്മളെ വീട്, മങ്ങാട്ട് വളപ്പിൽ ഹൗസ്. ഇത്രയും വലിയ വീട്ടിൽ ഞങ്ങള് പോകുന്നതോ. ഇതാണ് നമ്മളെ അയച്ചോളാത്തന്റെ വീട്. താത്ത കേട്ടിട്ടുണ്ടാവില്ല, കൊല്ലു കേറ്. അപ്പം ഇപ്പൊ നമ്മളെ വീട് ഇവിടുന്ന് ഏറ്റവും കോമഡി. ഇപ്പൊ സമയം നോക്കിക്കോട്ടോ. ഇവിടുന്ന് നമുക്കിങ്ങനെ വണ്ടി എടുത്ത് ഇങ്ങനെ പോവാനുള്ള ദൂരമൊന്നും ഇല്ല. മിൻകാനോട് ഇടക്കിടക്ക് വഴക്കിടുമ്പോ ഞാൻ ഇങ്ങോട്ട് പോരും. ഈ വീടെടുത്തിട്ട് 1 മാസമായി. ഈ 1 മാസത്തിനിടയ്ക്ക് ഞാൻ എങ്ങനെ പറയാണ്ടിരിക്കും. കയ്യിലിരിപ്പുണ്ട്, മിൻകാന്റെ കയ്യിലിരിപ്പുണ്ട്. പിരിവ് ചോദിച്ച വീട്ടിൽ വന്ന ആളെ ചീത്ത പറഞ്ഞു. അപ്പൊ ഈ വളവിലൂടെ ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ കൊല്ലൊന്നുമില്ല. ഈ റോഡൊക്കെ ഒന്ന് നന്നാക്കി കൂടെ? LDF സർക്കാർ ഭരിച്ചു. ഇതല്ല, ഇതിന്റെ ബാക്കില് ഇറങ്ങി. യെസ്, നടന്നു വന്നാ മതി. ഇത് ഫ്രണ്ടിലുള്ളത് കോട്ടേജ് ആണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പോയി. വരൂ. ഇതാണ് ഞങ്ങളുടെ വീട്. ഈ ഒരൊറ്റ കാര്യം ഇഷ്ടമല്ല. പിന്നെ ഈ മുറ്റൊക്കെ ഞാൻ അടിച്ചു വാരണം. ഇവിടെ ഓൾറെഡി ഞാൻ അന്ന് അടിച്ചു വാരിയിട്ട് പോയതോ കേട്ടോ. ഇപ്പൊ വീണ്ടും ഇലകളും കാണാം. മരം എവിടെയാണെങ്കിലും ഇല എവിടെയാണ്. ഇപ്പൊ നമ്മൾ തുടക്കാൻ പോവാണ്. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അല്ലാഹ് റബ്ബേ കാത്തോളണേ. ഇനിയുള്ള എല്ലാ അടികൾക്കും ഞങ്ങളെ പിരിക്കല്ലേ. അപ്പൊ നമ്മളിങ്ങനെ തുറക്കുകയാണ്. ഇതിന് രാമത്താക്കോൽ ഇട്ടാണെങ്കിൽ 10 ലോക്ക് ഉണ്ട്. തോന്നണേ എന്നാ മറ്റേ സാധനം വീണിക്കും. മുൻകാ സാധനം വീണിക്കും. അതെങ്ങനെയാ ഓണാക്കുക? ഇതാണോ? ഓണാണ്. സ്വിച്ച് ഓൺ ആണോ? അന്ന് കറണ്ട് പോയിണ്ടാവും. അല്ല ഐശ്വര്യ, അതിന്റെ ഉള്ളിൽ അത് ചാടി ഉണ്ടോ നോക്ക്. എങ്ങനെയാ നോക്കുക? ആ ഡോർ ഓപ്പൺ ചെയ്താ. അപ്പൊ ശിവനെ പോവാണ്. ബൈ ബൈ. ഷോക്കടിക്കട്ടെ. എന്താ അത് ഇങ്ങോട്ട് വിട്ടോ ഇല്ല. ഓണല്ലേ? ഇപ്പൊ കറണ്ട് ഇല്ല. നല്ല ഐശ്വര്യം. അല്ലേലും എങ്ങനാ? ഇതൊക്കെ ഏതാ? അതല്ലേ ഈ ലൈറ്റിന്റെ സ്വിച്ച് ഏതാ? അതെനിക്കറിയില്ല. അപ്പൊ ഇതാണ് നമ്മുടെ വീട്. ഓൾറെഡി ഞങ്ങൾ സെറ്റ് ചെയ്ത് കണ്ടോ. എപ്പോഴും ഞാൻ ഇങ്ങനെ ഇതും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങൾക്ക് ഇവിടെ വെക്കാനുള്ളതാണ്. ഇതൊക്കെ ഓൾറെഡി ഞങ്ങൾ വെച്ചു കണ്ടോ. ഇനിയിപ്പോ ടിവിന്റെ കണക്ഷൻ മാത്രം എടുക്കാനുണ്ട്. ഇത് എങ്ങനെയുണ്ട്? കമോൺ. ഈ റാഡർ ഇതന്നെ എന്താ പറയാ? ഇതാണ് നമ്മുടെ ഷിബിനാന്റെ കിച്ചൺ. എന്റെ ഒരു പ്രശ്നം എന്താ പറയുക, എനിക്കിങ്ങനെ മെഴുകാൻ ഒരു വലിയൊരു കിച്ചൺ വേണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര മെഴുകലാണ്. ഇതൊക്കെയാണ് എൻ്റെ ഈ പണിയായുധങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഞങ്ങൾ കൊച്ചിയിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ പകുതി സാധനം അപ്പുറത്തെ വീട്ടിൽ നിന്ന് പൊക്കിയത്, അതായത് അപ്പുറത്തെ വിൽക്കാൻ്റെ വീട്ടിൽ നിന്ന് പൊക്കിയതാണ് കണ്ടോ. ഈ സാധനങ്ങളൊക്കെ ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് വാങ്ങിയതാണ്. ഫ്രിഡ്ജ് മുതൽ എല്ലാ സാധനങ്ങളും.
അപ്പം നമ്മൾ ഇത്രയും സാധനങ്ങൾ നമ്മളിനി എന്ത് ചെയ്യുമെന്ന് കരുതിയപ്പോഴാണ് ഞങ്ങൾ വിചാരിച്ചത് എന്നാൽ ഒരു വീടെടുക്കുക. അതാകുമ്പോൾ ഇടയ്ക്ക് നമുക്ക് വന്ന് നിൽക്കാനും നമുക്ക് നമ്മുടേതായി കിടന്ന് വിരകാനും പറ്റുമോ. അപ്പം അങ്ങനെ വാങ്ങിയത്. എനിക്ക് സ്വന്തമായിട്ട് കറച്ചട്ടിയൊക്കെ ഉണ്ട്. എൻ്റെ കറച്ചട്ടി കാട്ടി കൊടുക്കും. വാങ്ങി അവിടെ വെച്ചു. ഒരു 6 മാസമായി വാങ്ങിയെന്നുള്ളൂ, അല്ലാതെ അതിൽ കറികളൊന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ വേറെ എന്താ കാട്ടി കൊടുക്കട്ടെ, എന്ത് കാട്ടി കൊടുക്കട്ടെ എനിക്ക് അറിയില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഇത്. ഇനി ഞങ്ങൾക്ക് കാട്ടിത്തരാം. ഇതൊന്നും ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ല, സെറ്റ് ചെയ്ത് വരുന്നുള്ളൂ. കട്ടനൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്റെ ഡിസൈഡാണ്. എനിക്ക് ഏറ്റവും ഈ വീട് ഞങ്ങൾ വാടകയ്ക്ക് എടുത്തപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്, ഈ റൂമിന്റെ അതെ അത് രണ്ടിടത്തും ഇങ്ങനെ മിറർ ഉണ്ട്. ഇതില് ഞങ്ങളുടെ കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ട്. ഇതിലിപ്പോ ഒന്നുമില്ലല്ലോ. വേറൊരു സാധനല്ലേ കാണിച്ചു കാണിക്കാൻ വേണം. അതിന്റെ പറയുന്നത് ഇതിന്റെ സീക്രട്ട് ഉണ്ട്. വാ. അപ്പൊ നമ്മുടെ ബെഡ്റൂം ഇതാണ്. അത്യാവശ്യം നല്ല വലിയ ബെഡ്റൂമാണ്. ഇഷ്ടമായി ഞങ്ങൾക്ക്. ഇവിടെ ഇനി സെറ്റ് ആക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇടക്കിടക്ക് ഞാൻ ഒന്ന് അടിച്ചു വാരിക്കാം. കമോൺ. ഈ റൂമിന് ഇത് പിന്നെ നീറ്റ് ആൻഡ് ക്ലീൻ അല്ല. അത് ഇവിടുത്തെ ലൈറ്റ്. ഈ റൂം കണ്ടോ, ഈ റൂമിന് ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല്, എന്താ പിന്നെ ഒരു പ്രത്യേകത, ഇത് കണ്ടോ, ഇത് ഞാൻ വിൽക്കാനോട് അടിണ്ടാക്കി വാങ്ങിയ മിററാ. അടികൂടി വാങ്ങിച്ച സുനയല്ല മിറർ. ഇതെന്തിനാണെന്നറിയോ, എനിക്കിങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്നറിയോ, ഈ ഒരു റൂം ആസ്തെറ്റിക് വൈബ് ആക്കണം. പക്ഷെ ആസ്തെറ്റിക് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ വീഡിയോയിലൊക്കെ കണ്ടിരിക്കണതാണ് പിങ്കി പോങ്കി ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള തിങ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ബെഡ്റൂം നടക്കൂല, കാരണം ഓനക്കത് ഇഷ്ടമല്ല തോന്നുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഇന്റേതായ ലോകം. ഇപ്പം ചിലവരിങ്ങനെ ഓരോതായ ഒരു എന്തായാലും പറയുമല്ലോ, എനിക്ക് എന്ത് ബുദ്ധിയില്ല. അപ്പം അതിന് വേണ്ടി ഞാൻ വാങ്ങിയതാണ് ഈ മിറർ. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഇവിടെ ഒന്നും നടന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഇപ്പൊ അതല്ല, ഇവിടെ ഒന്നും സാരങ്ങളൊന്നും സെറ്റ് ആയിട്ടില്ല. അപ്പൊ നമ്മൾ ഇതൊക്കെ സെറ്റ് ആക്കണം. അതുകൊണ്ട് നമ്മൾ ഇന്ന് തൊട്ട് നമ്മളിവിടെ പുരതാമസം തുടങ്ങുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ എന്താ ഇതിന് പറയാന്ന് പറയും. നിങ്ങളുടെ അവിടെ എന്താ പറയാ? വീട്ടില് പുതുതായിട്ട് കയറുന്നതിന് എന്താ പറയാ? ഓ അമേരിക്കയിലാണല്ലോ ഉണ്ടായത്. നിങ്ങളുടെ മലപ്പുറത്ത് എന്താ പറയാ? കുടിയിരിക്കല്. ഞങ്ങളുടെ അവിടെ പാല് കാച്ചൽ എന്ന് പറയും. അപ്പൊ നമ്മൾ നമ്മുടെ ഈ വീടിനെ പാല് കാച്ചാൻ പോകുകയാണ്. അപ്പൊ നമ്മളെ ഈ മിറർ കണ്ടു. ഈ മിററൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുൾ മിററൊക്കെയാണ്. ഈ മിറർ എന്നെ മാത്രം മിറർ എന്നെ ഒന്ന് കാട്ടിക്കൊടുക്കും. സുന്ദരിയല്ലേ. അപ്പം നമ്മൾ ഈ ഒരു ഇതാണ് നമ്മുടെ ഈ റൂം. ഞാൻ നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ കാണണം നോക്കണ്ട. ഞാനിങ്ങനെ മറ്റേ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ ആക്കുമ്പോഴത്തേനും ഈ ഒരു റൂം ഒരു വലിയൊരു സംഭവമായിട്ട് അടുത്ത കുറച്ച് പൈസ പൊട്ടാൻ പോവുകയാണ്. അപ്പൊ നമ്മള് ഇത്ര ഉള്ളു നമ്മുടെ വീട്. അത് നമുക്കിപ്പോ തുറക്കണ്ട, ഞാൻ വൃത്തിയാക്കണുള്ളൂ. ബെഡ്റൂം, വാഷ്റൂം. ഇവിടെ ഇങ്ങനെ തുറക്കുമ്പോ ഇത് നമ്മുടെ ഇതിനോട് തുറക്കുമ്പോ ചെറിയ വർക്ക് ഏരിയ, അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട്? നല്ല എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടം എന്താ പറയുക, ഞങ്ങൾ അവിടുത്തെ വീട്ടിലെ കിച്ചണിൽ കുറച്ചിങ്ങനെ കൺജസ്റ്റഡ് ആണ്. പക്ഷെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഓടി നടന്ന് പണികൾ എടുക്കാം. പണി മാത്രം നടക്കൂലെങ്കിലും ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഓരോ എനിക്ക് ഇന്റേതായ രീതിയിൽ ഇങ്ങനെ ഇത് കണ്ടോ, ഇതെങ്ങനെയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഇനി തൊട്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ എന്താ പറയുക, ഞാൻ എൻ്റെ ഇവിടെ പണിയെടുത്ത് നിങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ പണിയെടുക്കുന്നില്ല. അത് പലരും പറയുന്നു. ഞാൻ പണിയെടുത്തിൻ്റെ ബിൽക്കാണ് ഞാനിങ്ങനെ കൂട്ടി വിടേണ്ടതൊക്കെ ഞങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ. അപ്പം നമ്മുടെ വീടൊക്കെ എങ്ങനെയുണ്ട്? ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. കമോ. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ വീട്. ഞങ്ങളുടെ വീടിൻ്റെ ഇവിടെ കണ്ടോ, ഇവിടെ നമുക്കൊരു അയൽവാസിയുണ്ട്. അവിടെ ഒരു കുട്ടിയുണ്ട്. അവിടെ കുറേ കുട്ടികളുണ്ട്. കുട്ടികളെന്ന് പറയുമ്പോൾ കുറേ കുട്ടി, അവിടെ ഒരു ചെറിയ കുട്ടിയുണ്ട്. അവനെ ഞാൻ നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം. അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ കയറിയിരിക്കുന്നു. പാല് കാച്ചണ്ടേ? പാല് വാങ്ങിയോ? ഒന്ന് വാങ്ങിക്കൂടെ ഒരു പാല്. ആദ്യം ഗ്യാസ് കണക്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, നിങ്ങൾ പോയി പാല് വാങ്ങി വരാം. പാല് കാച്ചാനുള്ള ഒരു വീട്ടിൽ ആദ്യം കയറുമ്പോൾ പാല് വേണ്ട പിരിക്കാം. കാലിങ്ങനെ തിളച്ച് പോകുമ്പോഴാണ് എന്തോ സംഭവിക്കുക. ക്യാമറ കട്ട് പാല് വാങ്ങിയിട്ട് വരട്ടോ.